കണ്ണാ കണ്ണെന്തിനാ കണ്ണനെ കാണാത കണ്ണെന്തിനാ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ നാമങ്ങൾ ചൊല്ലാത്ത നാവെന്തിനാ കണ്ണാ നാവെന്തിനാ കണ്ണാ നാവെന്തിനാ നാമങ്ങൾ ചൊല്ലാത്ത നാവെന്തിനാ കണ്ണാ നാവെന്തിനാ കണ്ണാ നാവെന്തിനാ കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കീർത്തനം കേൾക്കാതെ കാതെന്തിനാ കണ്ണാ കാതെന്തിനാ കണ്ണാ കാതെന്തിനാ കീർത്തനം കേൾക്കാതെ കാതെന്തിനാ കണ്ണാ കാതെന്തിനാ കണ്ണാ കാതെന്തിനാ കണ്ണനെ കാണാതെ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണനെ കൂപ്പാത്ത കൈയെന്തിനാ കണ്ണാ കൈയെന്തിനാ കണ്ണാ കൈയെന്തിനാ കണ്ണനെ കൂപ്പാത്ത കൈയെന്തിനാ കണ്ണാ കൈയെന്തിനാ കണ്ണാ കൈയെന്തിനാ കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണനെ നമിക്കാത്ത ശിരസെന്തിനാ കണ്ണാ ശിരസെന്തിനാ കണ്ണാ ശിരസെന്തിനാ കണ്ണനെ നമിക്കാത്ത ശിരസെന്തിനാ കണ്ണാ ശിരസെന്തിനാ കണ്ണാ ശിരസെന്തിനാ കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണനെ സ്മരിക്കാത്ത മനസ്സെന്തിനാ കണ്ണാ മനസ്സെന്തിനാ കണ്ണാ മനസ്സെന്തിനാ കണ്ണനെ സ്മരിക്കാത്ത മനസ്സെന്തിനാ കണ്ണാ മനസ്സെന്തിനാ കണ്ണാ മനസ്സെന്തിനാ കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ കണ്ണെന്തിനാ കണ്ണാ കണ്ണെന്തിനാ ഓരോരോ ഇന്ദ്രിയങ്ങളും ഭഗവാനെ ഭജിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഈ കണ്ണുകൊണ്ട് ഭഗവാനെ കണ്ടില്ലെങ്കിൽ അത് മയിൽ പീലിയിലിരിക്കുന്ന കണ്ണുപോലെയാണെന്ന് ഇവിടെ പറയുന്നു. മൃഗായിതേ നയനേനരാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കാതെ ചെവിയൊക്കെ പ്രാണികൾ നുഴയുന്ന ഒരു ദ്വാരം പോലെയാണ് തവള കേൾക്കുന്നത്. ഭഗവാന്റെ നാമം ജപിക്കാതെ നാവ് തവളയുടെ നാവ് പോലെയാണ്. തവള രാത്രി മുഴുവൻ ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഈ തവളയുടെ ശബ്ദം കേട്ടപ്പോൾ തമിഴ്നാട്ടിലൊരു മഹാത്മാ ഉണ്ടായിരുന്നു, ശ്രീധര വെങ്കടേശ ശാസ്ത്രികൾ. അദ്ദേഹം ശിവരാത്രി ദിവസം കുളത്തിൻ്റെ അടുത്ത് തവളയുടെ ശബ്ദം കേട്ടപ്പോൾ തവളയെ വീണ് നമസ്കരിച്ചു. എന്താ കാരണം? തവള രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ച് ശിവരാത്രി മുഴുവൻ തവളയുടെ ശബ്ദം പോലെ ഹര 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 ശിവന്റെ നാമം പോലെ തോന്നി. അങ്ങനെ തവളയുടെ ശബ്ദം പോലെ ചിലപ്പോൾ ഭഗവാന്റെ നാമം പോലെ തോന്നുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പ്രയോജനം ഭഗവാനെ ഭജിക്കലാണ്. ശുകാചാര്യൻ എന്തു പറഞ്ഞു അത് വിസ്തരിച്ച് പറയുന്നതിന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കുന്നു, ഭഗവാൻ എങ്ങനെ സൃഷ്ടി ചെയ്യുന്നു ചോദിച്ചപ്പോൾ ശുകാചാര്യൻ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിൽ നിന്നും ആ ഭഗവാൻ തന്നെ പറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സോളം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നു. ബ്രഹ്മാവോട് നാരദൻ ചോദിക്കുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ബ്രഹ്മനാരദ സംവാദമായി നാരദൻ ബ്രഹ്മാവോട് ചോദിക്കുന്നു, നിങ്ങളല്ലേ സൃഷ്ടികർത്താവ്? അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു, എന്നെയും സൃഷ്ടിച്ച ഒരാളുണ്ട്. ആദ്യം വെള്ളം മാത്രം ഉണ്ടായിരുന്നു, അതിൽ ഒരു താമര ഉണ്ടായി. താമരയിൽ സ്വയം ആവിർഭവിച്ചതുകൊണ്ടാണ് സ്വയംഭൂ എന്ന ബ്രഹ്മാവിൻ്റെ പേര്. അദ്ദേഹം 4 വശങ്ങൾ നോക്കുമ്പോൾ 4 തല കെട്ടി.
ഈ താമരയ്ക്ക് ആധാരം എവിടെയാണെന്ന് അദ്ദേഹം താമരയുടെ ഉള്ളിൽ വഴി കൂടി ഒരു 100 കൊല്ലം അന്വേഷിച്ചു. എവിടെ നിന്നാണ് ഈ താമര ഉണ്ടായതെന്ന് ഒന്ന് പിടികിട്ടുന്നില്ലേ. അപ്പോഴാണ് ശബ്ദം കേട്ടു, തപ 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 തപേത്യേവം ഹി വൈകായസീം വാണീമേന മശിസ്രവ ശ്രുതിസുഖാം കുറുവന്ന് തപപ്രേരണാം. അപ്പോൾ ഭഗവാൻ തപസ് ചെയ്യൂ പറഞ്ഞു. തപസ് പറഞ്ഞാൽ തപ ആലോചന. കണ്ണ് തുറന്നതിനെ നോക്കാൻ പറ്റില്ല, കണ്ണടച്ച് ഉള്ളിൽ നോക്കിക്കോളൂ. ഇത് പറഞ്ഞപ്പോൾ ബ്രഹ്മ താമരയുടെ മുകളിൽ ഇരുന്ന് കുറേ കാലം തപസ് ചെയ്തപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ തൻ്റെ രൂപം കാണിച്ചു കൊടുത്തു പത്മനാഭസ്വാമിയായി. അങ്ങനെ പത്മനാഭസ്വാമിയെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് നമസ്കരിച്ചു. അപ്പോൾ ബ്രഹ്മാവിനോട് ഭഗവാൻ സൃഷ്ടി ചെയ്തോളാൻ പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടി ചെയ്യുമ്പോൾ എനിക്ക് അഹങ്കാരം ഉണ്ടായാൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഓരോ കാര്യവും ഓരോ സത്സംഗം എല്ലാത്തിലും നടത്താറുണ്ട്. പക്ഷെ ഒരു 12 കൊല്ലം മര്യാദയ്ക്ക് കൊണ്ടുപോകും. പിന്നെ 12 കൊല്ലം കഴിയുമ്പോൾ അതിൽ സേവ ചെയ്യുന്ന ഒരാൾ ചോദിക്കും, ഞാനില്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കും, ആരാ നടക്കും? ഞാനാണ് രാവിലെ ആദ്യം എല്ലാം ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ആൾ അഹങ്കരിച്ചാൽ മതി. പിന്നെ ഓരോ ആൾക്ക് അഹങ്കാരം ഉണ്ടായി, പിന്നെ ആ സംഘം കുടുങ്ങി. അപ്പോൾ നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടെ തുടങ്ങുന്ന കാര്യം മുഴുവനും അവസാനം ഇങ്ങനെ വൃത്തികേടാൻ പറയാൻ എന്താ കാരണം? അത് ഭംഗിയായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ പോകാൻ എന്താ കാരണം? ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അഹങ്കാരമാണ്. ഞാനില്ലെങ്കിൽ ഇത് നടക്കില്ലേ, ഞാനെങ്കിൽ ഇത് നടക്കില്ലേ എന്ന് വിചാരിച്ച് പിന്നെ അവരുടെ കർത്തവ്യം എടുത്തും അപ്പോൾ ആ കാര്യം മുടങ്ങും. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണ്, അങ്ങനെ വിചാരിച്ചാൽ അഹങ്കാരം ഉണ്ടാവില്ല. അതാണ് ബ്രഹ്മാവോട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു വിചാരിക്കേണ്ട, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് നടക്കുന്നു. തേന വിന തൃണമപി നചലത്തി എന്നാണ് സംസ്കൃതത്തിൽ ഒരു പഴഞ്ചൊല്ലും. തമിഴിൽ പറയാനുണ്ട്, അവനിன்றി ഒരു അണുവും അസയാത്. ഒരു പുല്ല് പോലും ഇങ്ങനെ ചലിക്കണമെങ്കിൽ ആ ഭഗവാന്റെ കാര്യം ഉണ്ടെങ്കിലേ ചലിക്കുള്ളൂ. അത് കേനോപനിഷത്തിൽ ഒരു കഥയായിട്ട് പറയുന്നുണ്ട്. ദേവന്മാർക്ക് അസുരന്മാരെ ജയിച്ച ശേഷം സ്വയം ജയം പറഞ്ഞുകൊണ്ട് വന്നു. ഇന്ദ്രനുക്ക് ജയ്, അഗ്നിക്ക് ജയ്, വായുക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അവരുടെ മുന്നിൽ വലിയ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ദ്രൻ അഗ്നിയോട് ചോദിച്ചു, ആരാണ് ചോദിക്കൂ. അപ്പോൾ അഗ്നി വന്ന് ചോദിച്ചു, നീ ആരാണ്? ഭൂതം അങ്ങോട്ട് ചോദിച്ചു, നീ ആരാണ്? ആദ്യം പറയും, ഞാൻ അഗ്നിയാണ്, ആശുശുക്ഷണി എന്നാണ് എൻ്റെ പേര്, എല്ലാത്തിനും കത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഭൂതം എന്ത് ചെയ്തു? ഒരു പുള്ളിനെ എടുത്ത് ഇങ്ങനെ മുമ്പിലിട്ടു, ഇതുകൊണ്ട് കത്തിക്കാവോ? അഗ്നി തൻ്റെ മുഴുവൻ പവറും പ്രയോഗിച്ചിട്ടും ആ പുള്ളിനെ ദഹിപ്പിക്കാൻ പറ്റാതായി. പിന്നെ അഗ്നി തല താഴ്ത്തി മടങ്ങി വന്നു. എൻ്റെ ശക്തി അവിടെ പ്രയോജനപ്പെട്ടിട്ടില്ലേ, എന്നെക്കാൾ വലിയ ശക്തിയാണ് ആ ഭൂതത്തിന്. അപ്പോൾ ഇന്ദ്രൻ വായുവിനെ പറഞ്ഞു വിട്ടു, നീ പോയി ചോദിക്കും. വായു ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ഭൂതം വീണ്ടും അങ്ങോട്ട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ വായുവാണ്, എല്ലാത്തെയും ചലിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഭൂതം അതേപോലെ ഒരു പുല്ല് എടുത്തിട്ടു, ഈ പുല്ലിനെ കൊണ്ട് ചലിപ്പിക്കാവോ? എത്ര വലിയ കൊടുങ്കാറ്റ് വീശിട്ടും ആ പുല്ലിങ്ങനെ അണങ്ങനില്ലേ. ഇപ്പോൾ വായു തല താഴ്ത്തി മടങ്ങിപ്പോയി. ഇപ്പോൾ ഇന്ദ്രൻ നേരിട്ട് വന്നപ്പോൾ ഭൂതം അവിടെ ഇല്ലേ. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചപ്പോൾ ഇവിടെ ഇല്ലല്ലോ വിചാരിച്ചപ്പോഴാണ് സാക്ഷാത് അമ്മ പ്രത്യക്ഷപ്പെട്ടു. ദേവി ഉമാദേവി ഇന്ദ്രനോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ ശക്തന്മാരായിരിക്കാൻ കാരണം ആ ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ പ്രഭാഷണം ചെയ്യുന്നു, അപ്പം ഞാൻ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രഭാഷണം കേൾക്കുന്നു. ശരിക്കും പ്രഭാഷണം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. അതേപോലെ മനസ്സിലാകും, ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. പിന്നെ 4 ആൾക്കാർ വരും, 2 പേർ കൈ പിടിക്കും, 2 ആൾ കാല് പിടിച്ച് ആംബുലൻസിൽ കയറ്റും. അപ്പോൾ മനസ്സിലാവും പറഞ്ഞത് ആരാണ്, കേട്ടത് ആരാണ്. അപ്പം നമ്മളെ കൊണ്ട് നമ്മുടെ അന്തര്യാമിയായി ഇത് ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണ്. ഇത് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശം കൊടുത്തു. ബ്രഹ്മാവ് ആ ഉപദേശം സ്വീകരിച്ച് സൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ സ്കന്ധം സമർപ്പിച്ചു. ഇതേ സൃഷ്ടി വിഷയം പണ്ട് വിതുരനക്ക് മൈത്രേയൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ സ്കന്ധം സമർപ്പിച്ചു.